ഞാൻ ഇറങ്ങുക കേട്ടോ. കാണാം. അനിതേ, ഇത് 8B ക്ലാസ്സിലെ ശിവാനി തന്നതാണ്. അവൾ കുറേ നേരം നിന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ നിന്നെ കാണാനപ്പോൾ നിനക്ക് തരാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ച് പോയതാണ് കേട്ടോ. പ്രിയപ്പെട്ട എൻ്റെ ടീച്ചർക്ക് ഓർമ്മയുണ്ടോ? ആദ്യമായി ടീച്ചർ ക്ലാസ്സിൽ വന്ന ദിവസം, അന്ന് പാഠം എടുത്തതിന് ശേഷം എല്ലാവരെ കൊണ്ടും വായിപ്പിക്കാൻ തുടങ്ങിയ ആ സമയം. ഒരു വൃദ്ധ ബ്രാഹ്മണൻ കർണനെ കാണാൻ ചെന്നു. എനിക്ക് അങ്ങൊരു സഹായം ചെയ്യണം, വൃദ്ധ ബ്രാഹ്മണൻ അപേക്ഷിച്ചു. പുഞ്ചിരി തൂക്കിക്കൊണ്ട് കർണൻ പറഞ്ഞു, അങ്ങയുടെ വേഷമാറ്റം എന്നെ കബളിപ്പിക്കുകയില്ല. അങ്ങ് ഇന്ദ്രനാണെന്ന് എനിക്കറിയാം. ആട്ടെ, അങ്ങയ്ക്ക് വേണ്ടത് ഞാൻ തരാം. എനിക്ക് അങ്ങയുടെ പടച്ചട്ടയും കുണ്ടലങ്ങളും വേണം, ഇന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒട്ടും സംശയിക്കാതെ കർണൻ ഇവ ഊരിയെടുത്ത് നൽകി. താൻ മരിക്കുമെന്നറിയാമെങ്കിലും അതേസമയം ഒരു കൃതാർത്ഥതയും ഉണ്ടായി. മറ്റൊരാളുടെ ആഗ്രഹം സാധിപ്പിച്ചുവല്ലോ. ഇന്ദ്രൻ വന്ന കാര്യം നേടി, അതിൽ സന്തോഷവും ഉണ്ടായി. അതേസമയം കർണനോട് അതിയായ അഭിനന്ദനം തോന്നുകയും ചെയ്തു. എന്തൊരു ത്യാഗബുദ്ധിയായിരുന്നു അത്, അല്ലേ? അപ്പം നമ്മൾ വായിച്ചില്ലേ ഒരു ഭാഗം? നമുക്കൊന്ന് വായിക്കാം. നീ ഒന്ന് വായിക്കൂ. കൗന്ദയൻ എന്ന വാക്ക് കൃഷ്ണൻ ഉച്ചരിച്ചു കേട്ട കർണൻ ഞെട്ടി. അവൻ വിറയ്ക്കുന്നതായി തോന്നി. അവന്റെ കരങ്ങളെ കൃഷ്ണൻ വീണ്ടും പറ്റി. എന്തൊരു വായന ഇല്ലാത്തതോടെ? ടീച്ചർ അവൾക്ക് വായിക്കാനോ എഴുതാനൊന്നും അറിയില്ല. കുട്ടികൾ വായിക്കാൻ തുടങ്ങുമ്പോഴേ എനിക്ക് പേടിയാവും, വിറയ്ക്കാൻ തുടങ്ങും. എന്നെ കാണരുതേന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും പോലെയാണ് ടീച്ചർ വന്ന ഞാനും കരുതിയത്. പക്ഷേ പിറ്റേന്ന് ടീച്ചർ എന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. ശിവാനിക്ക് ഇഷ്ടമുള്ള പൂവേ? ശിവാനിക്ക് ഇഷ്ടമുള്ള പൂവേ? ടീച്ചർ, എനിക്ക് ചെവി കേൾക്കില്ല. ശിവാനിക്ക് ഇഷ്ടമുള്ള പൂവ് ഏതാത്? ഇല്ല. മുല്ലയുടെ നിറം വെളുപ്പ്. അങ്ങനെ ഞാൻ വായിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങി. ടീച്ചർക്കറിയോ, ചെറിയ ക്ലാസ്സുകളിലൊന്നും ഞാൻ സ്കൂളിൽ വന്നിട്ടില്ല. അമ്മയുടെ ഒപ്പം ആശുപത്രിയിലായിരുന്നു ഞാനും അച്ഛനും. പിന്നെ അമ്മ പോയി. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് മാത്രം ഒന്നും അറിയില്ലായിരുന്നു. പാഠങ്ങൾ നോക്കി എഴുത്തല്ലാതെ ഒന്നും. എല്ലാവരും എന്നെ കളിയാക്കി. ടീച്ചർ മാത്രം എൻ്റെ കൂടെ നിന്നുള്ളൂ. പക്ഷേ ഒരു സങ്കടമേ ഉള്ളൂ. ടീച്ചർ എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ ഞാൻ വല്ലാതെ കൊച്ചിട്ടുണ്ട്. അമ്മ പോയതിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി, ശരിക്കും ഒറ്റയ്ക്ക്. എന്നാലും ടീച്ചറുടെ അടുത്തിരിക്കുന്നത് തന്നെ വലിയ സന്തോഷമായിരുന്നു. ടീച്ചർ പോവുകയാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇനി ഞാൻ എങ്ങനെയാ, എന്തിനാന്നൊക്കെ തോന്നുന്നു. എനിക്കിനി സ്കൂളിൽ വരാനേ തോന്നുന്നില്ല. ബൈ ടീച്ചർ. സ്നേഹത്തോടെ, ശിവാനി.
അനിത പോയില്ലേ? ഇല്ല. ക്ലാസ് ഉണ്ട്, പോട്ടെ ട്ടോ. കണ്ടോ, എനിക്ക് വേണ്ടി മാത്രം എൻ്റെ ടീച്ചർ തിരിച്ചു വന്നു.